ജോർജിനെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കേസെടുത്ത് ജയിലിൽ അടച്ചതിനെതിരെ കൊല്ലത്ത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ജയിൽ മാർച്ച് പുരോഗമിക്കുകയാണ്. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, മാർച്ച് ഇപ്പോൾ അവിടെ കുത്തിയിരുന്ന് പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നതൊക്കെ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമത്തിലാണോ പോലീസ്? ഈ കോട്ടയത്തുണ്ടായ അപകടത്തിൽ മരിച്ചതിൽ ബിന്ദുവിന്റെ മരണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായിട്ട് യൂത്ത് കോൺഗ്രസിന്റെ മറ്റും പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ പ്രതിഷേധങ്ങൾ നടത്തിയത്. പ്രതിഷേധിച്ച പ്രവർത്തകരെല്ലാം പോലീസ് ലാത്തി ഉപയോഗിച്ച് നേരിടുകയും ഒപ്പം തന്നെ ആ ജയിലറയിലട, അതായത് വിവിധ കേസുകൾ ചുമത്തി ജയിലറയിലേക്ക് അടച്ചു എന്ന് പ്രതിഷേധിച്ചുകൊണ്ടാണ് കൊല്ലം ജയിലിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം നടത്തിയത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള വിഷ്ണു സുനിൽ പന്തളത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പ്രതിഷേധിച്ച പ്രവർത്തകരെ ഇപ്പോൾ, അതായത് ജയിലിന് മുന്നിലേക്ക് വന്ന് പോലീസുമായി ആദ്യഘട്ടത്തിൽ ചെറിയ വിഷയങ്ങളുണ്ടായി, അവിടെ ഉന്തും തള്ളുമൊക്കെ ഉണ്ടായി. അതിന് പിന്നാലെ ഈ പ്രതിഷേധിച്ച പ്രവർത്തകർ ദേശീയപാതയിലേക്ക് വരികയും ദേശീയപാതയിലെത്തിയ പ്രവർത്തകർ ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു. അതാണ് ദൃശ്യത്തിൽ കാണുന്നത്. അതായത് ഈ ഗതാഗതം വളരെയധികം സമയമായി സ്തംഭിപ്പിക്കുന്നത് കൊണ്ട് തന്നെ പ്രവർത്തകരെ ഓരോരുത്തരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് പോലീസ് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രവർത്തകരും പോലീസ് തമ്മിൽ പലയിടത്തും വെച്ച് അറസ്റ്റിന് സമ്മതിക്കാതെ പല സമയത്തും ഉന്തും തള്ളിലും ഒക്കെ പോവുകയാണ്. അവർ പറയുന്ന ഇതാണ്, അതായത് ഈ മന്ത്രിയുടെ രാജി എന്നുള്ളത്, അതായത് മന്ത്രി രാജിവെക്കും വരെ ശക്തമായ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത്. അക്കാര്യങ്ങളിൽ തന്നെയാണ് കാര്യം. അല്പസമയത്തിനകം തന്നെ BJP കൊല്ലം വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ, ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ഒരു ശക്തമായ പ്രതിഷേധം ജില്ലാ ആശുപത്രിയിലേക്കും നടക്കുന്നുണ്ട്. ശരി, ലിജോ റോളൻസ് ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.